അമേരിക്കൻ ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉച്ചകോടി അവസാനിച്ചു. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റേതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറയുകയും ചെയ്തു. വിട്ടുവീഴ്ചയ്ക്കില്ല, ഭീഷണിപ്പെടുത്തി പരാജയപ്പെടുത്താനും വേണ്ടി സാധിക്കുകയില്ല, മധ്യസ്ഥത മുഖാന്തരം കാര്യകാരണങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ്, അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് മസ്കത്തിലെ കൊട്ടാരത്തിൽ നടത്തിയിരിക്കുന്ന രണ്ട് വിദേശകാര്യ മന്ത്രിമാരുടെ ചർച്ചയാണ് ഒന്നാം ഘട്ടം അവസാനിക്കുകയും രണ്ടാം ഘട്ടത്തിൽ ചർച്ച ഏപ്രിൽ 19 മാറ്റിവെക്കുകയും ചെയ്തു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും യമന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദയുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് രണ്ടാം ഘട്ട ചർച്ചയും ആരംഭിച്ചു. ചർച്ചയോടനുബന്ധിച്ച് തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് ഒമാന്റെ ഭാഗത്ത് പുറത്തു വന്നത്. ഇറാന്റെ ഭാഗത്തുനിന്നോ അതേപോലെ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ അഭിപ്രായങ്ങളൊന്നും കാര്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ചർച്ച ആരംഭിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനില്ലാത്ത തരത്തിൽ വളരെ വ്യക്തമായിരിക്കുന്ന നിലപാടാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നത് എന്നുള്ളതും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അമേരിക്ക ആയിരിക്കും എന്ന തരത്തിലുമാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചത്.